ഇന്ന് രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് പൊതിച്ചോറിനൊരാഗ്രഹം. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പൊതിച്ചോറാണ് കൊടുത്തു വിടുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കുന്നത് ഓട്ടടയാണ്. ഓട്ടടയുടെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ മുമ്പ് തസ്നീസ് കിച്ചണിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ക്ലിക്കായിട്ടുള്ള നല്ലതായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒത്തിരി റെസിപ്പി ഓട്ടടയുടേത് തസ്നീസ് കിച്ചണിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടടയൊക്കെ റെഡിയാക്കി ഓട്ടടയിലേക്ക് നമ്മൾ ചന കറിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പൊതിച്ചോറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പൊതിച്ചോറാണ്. പൊതിച്ചോറിലേക്കുള്ള ഓംലെറ്റാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വാഴക്കൂമ്പ് നന്നായിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള വൻപയറോ അല്ലെങ്കിൽ മുതിര, ചെറുപയർ ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ വൻപയറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ഇത്രയും കാര്യങ്ങൾ ചതച്ചെടുത്തുള്ളൂ. അപ്പോൾ വൻപയർ ആയതുകൊണ്ട് ഞാൻ 2 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചതച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ തോരനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് വാഴയില വാട്ടി അതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ക്യാബേജ് തോരൻ, പിന്നെ കുമ്പളങ്ങ മോരുകറി, നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള തോരൻ, പിന്നെ തേങ്ങാ ചമ്മന്തി, പിന്നെ ഓംലെറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഓംലെറ്റ് പകുതിയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. പകുതി ഞാൻ എനിക്കും കൂടെ ഒരു പൊതിച്ചോറ് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് പൊതിച്ചോറ് തയ്യാറാക്കുന്നത്. നമ്മൾ മുമ്പ് ഒരുപാട് പൊതിച്ചോറുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്തതൊക്കെ വെച്ചിട്ടും ഒരുപാട് കറികൾ വെച്ചിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ കറികൾ വാഴയിലയിൽ കിഴി കെട്ടിയിട്ട് പാക്ക് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തു. ഇനി എൻ്റെ പൊതിച്ചോറാണ്. ഞാനും കൂടെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ട് ഉച്ചയ്ക്ക് ഇതെടുത്ത് കഴിക്കാമെന്നാണ് വിചാരിക്കണത്. പൊതിച്ചോറ് എന്നും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ അധികവും ഇതുപോലെ പൊതിച്ചോറാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു, തസ്നിക്ക് ഇവിടുന്ന് ദിവസം വാഴയില കിട്ടുന്നത് ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന്. പൊതിച്ചോറ് അല്ലെങ്കിൽ രാവിലത്തെ പലഹാരം വാഴയിലയിൽ പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മോളെ സ്കൂളിൽ പറഞ്ഞയച്ചു. എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ പൊതിച്ചോറ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് തുറക്കുമ്പോഴുള്ള സ്മെല്ല് പറയേണ്ടതില്ലല്ലോ. ഒരു പപ്പടത്തിൻ്റെ ഒരു കുറവ് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പൊതിച്ചോറ് പൊതി കഴിച്ചപ്പോൾ. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പപ്പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ് കുതിർന്ന് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും കാണില്ല. പക്ഷേ ആ പൊതിച്ചോറ് തുറക്കുമ്പോഴുള്ള ഒരു പപ്പടം ഉണ്ടാകുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു അടിപൊളി സ്മെല്ല് തന്നെയാണ്. ഇനി ഉച്ചഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പുഡിങ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ മോള് വരുമ്പോഴേക്കും സ്നാക്ക് തയ്യാറാക്കണം. ഇന്ന് ഇലയുടെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ മഴയൊക്കെയുള്ള സമയത്ത് ആവിയിൽ വേവിച്ചെന്തെങ്കിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നാറുള്ളത്. അപ്പോൾ പൊടുവണിയുടെ ഇലയിൽ ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാഴയില വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും ഈ ഒരു ഇല അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചായ കുടിക്കുന്ന സമയത്താണ് സ്കൂൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ചായ കുടി കഴിയുന്നതോടുകൂടെ മോൾക്ക് മദ്രസ തുടങ്ങും. മദ്രസ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. UAE-യിലായിരുന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ KG നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഓൺലൈനായിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂരുള്ള സ്ലൈ സെൻറ്ററിൻ്റെ കീഴിലുള്ള മദ്രസയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെത്തിയിട്ട് അത് ചേഞ്ച് ആക്കണം തോന്നിയിട്ടില്ല കേട്ടോ. പഠനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പിന്നെ പോകുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. PTA മീറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ സാഹിത്യ സമാജങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റണം തോന്നിയിട്ടില്ല. കംഫർട്ടാണ് ആ ഒരു മദ്രസയായിട്ട്. പിന്നെ മോള് ക്ലാസ് ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ആളും കൂടെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്